ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നേക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഫിഷിംഗ് ഒക്കെ നമ്മൾ തകർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാസ്റ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിക്ക് അവിടെ ചാരി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകും. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കടൽ പുലിമുട്ടയല്ല നിൽക്കുന്നത്. സീ ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല വിലയിൽ കിട്ടുന്നൊരു സാധനമുണ്ട്. കല്ലുമക്കായ, റോസ്റ്റ്, ഫ്രൈ, കറി, അതൊക്കെ അല്ലേ. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് പുലിമുട്ട്. അപ്പം നമ്മുടെ ഈ പുലിമുട്ടിലെ എല്ലാ സാധനമുണ്ട്. അപ്പം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. അതെവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് അത് എടുക്കാൻ പറ്റുന്നത്, എടുത്തു കഴിഞ്ഞാൽ വല്ലതും കാണുമോ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പുലിമുട്ടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുപോലെ ഇറക്കം പിടിച്ച് നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇറക്കം പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പാറയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പാറ കാണാൻ പറ്റത്തില്ല. ഇവിടം വരെയൊക്കെ നമ്മൾ എൻ്റെ കാലിൻ്റെ ഇവിടം വരെയൊക്കെ തിരയടിച്ച് കയറും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാൻ ഏകദേശം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അല്ലേ, ഞാനിവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ആയിരിക്കുന്ന സാധനം കണ്ടോ, കറുത്തിട്ട് ആയിരിക്കുന്ന സാധനം കണ്ടോ, ഇതെല്ലാം കല്ലുമേക്കായാണ്. കല്ലുമേക്കായ എന്ന് പറഞ്ഞാൽ ഇത് ചെറുതാണ്, പക്ഷേ ഇതിനേക്കാളും ഇച്ചിരി കൂടെ വലുതായിട്ട് എടുത്താലേ കാര്യമുള്ളൂ. കാണണ്ടേ, ആ കല്ലുമേ പറ്റി പിടിച്ചിരിക്കുന്നത്. രണ്ട് തരം കല്ലുമേക്കായ ഉണ്ട്. ഒന്ന് പീലിക്കക്ക, അല്ലാതെ ഈ സാധാ കക്ക. പീലിക്കക്ക എന്ന് പറയുന്നത് വെള്ളത്തിനടിയിലാണ് കേട്ടോ. ആ കടലിനടിയിലൊക്കെ ഇഷ്ടംപോലെ പീലിക്കക്ക കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വാരാൻ പറ്റത്തില്ല. അത് ഇവിടുത്തെ അനുവാദത്തോടു കൂടെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇത് കല്ലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ഇത് എടുക്കാൻ പറ്റും. ഇത് എടുത്തുകൊണ്ട് പോയി പുഴുങ്ങി കഴിയുമ്പോൾ ഇതിനകത്ത് പരിപ്പ് നമുക്ക് സുഖമായിട്ട് കൊത്തിയെടുക്കാൻ പറ്റും. ഇത് വേസ്റ്റ് കളഞ്ഞ് ഫ്രൈ ചെയ്യുകയോ റോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. കണ്ടേ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ഇത് എത്ര കിലോ കണക്കിന് ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കാര്യമില്ല. ഇത് ചെറുതാണ്. ഇതൊരു 1.5 മാസം 2 മാസം കഴിയുമ്പോഴേ ഏകദേശം വലുതാണെന്ന് വെച്ചാൽ കല്ലൊക്കെ ഇങ്ങനെ തെന്നി കിടക്കുകയായിരിക്കും. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളൊക്കെ ഇതുവരെയൊക്കെ നടക്കേണ്ടത് കേട്ടോ. ഒരു വട്ടം വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാണത്തില്ല. നമ്മുടെ അവസ്ഥ വളരെ ദയനീയമായിപ്പോവും. അതുകൊണ്ട് ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കല്ലൊക്കെ നല്ല രീതിയിൽ തെന്നി കിടക്കുക കേട്ടോ. ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വരുവാണെങ്കിൽ ഇതുകൂട്ടത്തെ സാഹചര്യങ്ങളിലൊക്കെ നിൽക്കാൻ. ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അടിയിലോട്ട് ഇറങ്ങണം കേട്ടോ. ഏകദേശം ഓർമ്മ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. അയ്യോ, എൻ്റെ കാല് തെന്നി കേട്ടോ, അറിഞ്ഞതേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഉപദേശിച്ചിട്ട് എൻ്റെ അവസ്ഥ എൻ്റെ ഓർമ്മ ഞാൻ കാണിച്ചു തരാം. അതാണ് ഇത് കണ്ടോ, അതെ, ഇതാണ് കക്ക. അത് ഞാൻ മേളിലോട്ട് കയറി എന്നിട്ട് കാണിച്ചു തരാം. ഗൈസ്, കണ്ടേ, ഇതാണ് കക്ക. ഇത് വേര് പോലെ സാധനം കണ്ടോ. ഈ വേര് കണ്ടോ, ഈ വേര് വെച്ചാണ് ഈ പാറപ്പുറത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. നല്ല എന്തെങ്കിലും ചൂളുണ്ടെങ്കിലേ ഇത് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പാറപ്പുറത്ത് ഇങ്ങനെ നല്ല ബലത്തിൽ കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനം കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ടൂൾ വേണം. നമ്മുടെ കൈ വിരൽ വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ്. ഇതിനകത്ത് പരിപ്പുണ്ടാവും. ചൂടുവെള്ളത്തിൽ ഇട്ട് പുഴുങ്ങുമ്പോൾ ഇത് തന്നെ ഓപ്പണായി വന്നിട്ട് ഇതിൻ്റെ പരിപ്പ് ഇങ്ങനെ വേർപെട്ട് നിൽക്കുക. അന്നേരം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കത്തിയെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. പിന്നെ ഇത് വളർത്തുന്നതൊന്നും അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്നില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് കൊത്തിപ്പെറുക്കി തിന്നാനും ചെറിയ മീൻ, ഈ ചെമ്പല്ലിയൊക്കെ കല്ലിനോട് ചേർന്ന് നിൽക്കുന്നതിന് മെയിൻ കാര്യം ഇത്തരം സാധനങ്ങളൊക്കെ കല്ലിൻ്റെ അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഇഷ്ടംപോലെ ഞണ്ട് ഇരിക്കുന്നുണ്ടോ, ഇതിങ്ങനെ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. ഇതാണ് കല്ലുമേക്കായ. കല്ലുമേക്കായ 2 തരം ഉണ്ട് കേട്ടോ. ഇത് പീലിക്കക്കയല്ല. പീലിക്കക്കയ്ക്ക് ഇച്ചിരി കൂടെ വില കൂടുതലാണ്. കാരണം അത് എടുക്കാൻ പാടാണ്. അത് വെള്ളത്തിനടിയിൽ മുങ്ങിയെടുക്കണം. ഇത് ബ്ലാക്ക് കളറല്ലേ. പീലിക്കക്ക വരുന്നത് ബ്ലൂ കളർ വരും. ഗ്രീൻ കളർ വരും. അതുകൊണ്ട് ഈ തോടയിൽ ഗ്രീൻ കളർ വരും. അതാണ് പീലിക്കക്ക കേട്ടോ. അപ്പോൾ അതും ഭയങ്കര ടേസ്റ്റാണ്. അതൊക്കെ ഇച്ചിരി കൂടെ ഡിമാൻഡ് കൂടിയ സാധനമാണ്. ഇതിന് ടേസ്റ്റിനൊരു കുറവില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കഴിച്ച സീസണിൽ കുറച്ച് കൊണ്ടുപോയി ഈ പറഞ്ഞുകൊണ്ട് ഫ്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഇതാ വീഡിയോ. നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഇഷ്ടംപോലെ നിൽപ്പുണ്ട് ഇവിടെ. ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്ത്, അറിയുന്നവർ പലരും കാണും, അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അതുവരെ ബൈ.